ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ബി പോസിറ്റീവ് വിത്ത് ഷൈലു എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ആമസോണിൽ നിന്ന് വാങ്ങിച്ചൊരു പുതിയ പ്രോഡക്റ്റിനെ പരിചയപ്പെടാം. അപ്പോൾ അതെന്താണെന്നല്ലേ, അത് ഈ വർഷകാലത്ത്, ഈ മൺസൂൺ കാലത്ത് തുണിയൊക്കെ ഉണക്കാനായിട്ട് വളരെ സഹായിയായിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ നമുക്കത് കണ്ടു നോക്കാം. അതായത് ഫോൾഡിങ് ഡ്രയറാണ് അത് വളരെ വില കുറഞ്ഞ വളരെ ഉപകാരമുള്ള ഒരു സാധനമാണ് കേട്ടോ. മഴക്കാലത്ത് തന്നെയുമല്ല, കൊച്ചു കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന പിള്ളേരുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ യൂണിഫോമൊക്കെ നമ്മൾ അലക്കിയിടാനൊക്കെ വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണങ്ങാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ഇതിനകത്ത് ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ ഉണക്കി നമുക്ക് അപ്പം തന്നെ അത് വിയർ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് കണ്ടു നോക്കാം. ഇങ്ങനെ ഒരു നല്ല വെൽ സീൽഡായിട്ടുള്ളൊരു ബോക്സിലാണ് ഈ സാധനം വരണത്. കണ്ടു കഴിഞ്ഞാൽ അത്രയുള്ളൊരു സാധനമാണെന്ന് തോന്നില്ല കേട്ടോ. ഇതിനകത്തൊരു ഹീറ്റർ ഉൾപ്പെട്ട ഒരു ചെറിയ ബോക്സാണ് കേട്ടോ. അപ്പം നമുക്കതൊന്ന് നോക്കാം. ഇങ്ങനെ ഒരു ബോക്സിനകത്താണത്. അതിനകത്ത് ഒരു സഞ്ചിയുണ്ട്. ആ സഞ്ചി ഈ ഹീറ്ററുമായിട്ട് കണക്ട് ചെയ്തേക്കണതാണ്. ഇതാണ് ഹീറ്ററിൻ്റെ ഓണും ഓഫും എല്ലാം. അതൊരു ഹീറ്ററാണ് ആ ബോക്സ്. അതിൻ്റെ ഉള്ളിലാണ് അതിന് തുണി ഉണക്കാനിടാനുള്ള സഞ്ചി. ഒരു ചെറിയ കബോർഡ് പോലെയാണ് അതിരിക്കുന്നത്. ഇതുപോലത്തെ സാധനം നിലത്ത് സ്റ്റാൻഡിൽ ഉറപ്പിച്ചേക്കണതും വാങ്ങാൻ കിട്ടും കേട്ടോ. ഞാൻ വില കുറഞ്ഞത് നോക്കി വാങ്ങിച്ചതാണ്. അപ്പോൾ നോക്കിയേ, ഇതാണ്. അതിനകത്ത് ഒരു പ്ലഗും അതിൻ്റെ കണക്റ്ററും ഒരു റിമോട്ടും ഉണ്ട് കേട്ടോ. ഉണ്ടോ റിമോട്ട്? നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും ഇത് പ്രവർത്തിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ വയറിന് കുറച്ച് നീളം കുറവാണ്. അപ്പോൾ എക്സ്റ്റൻഷൻ വയർ ചിലപ്പോൾ വേണ്ടി വരും. ഞങ്ങൾക്ക് വളരെ കംഫർട്ടബിളായിട്ട് അവിടെ താഴെ തന്നെ ഒരു പ്ലഗ് ഉള്ളതുകൊണ്ട് അവിടെ കുത്തി കൊടുക്കാം. പിന്നെ ഇതുപോലത്തെ ഹുക്കേലാണ് അത് നമ്മൾ തൂക്കിയിടുന്നത് കേട്ടോ. അവിടെ പറ്റിയൊരു ഹുക്കുമുണ്ട് ആ പ്ലഗിൻ്റെ തൊട്ട് മുകളിലായിട്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇതിനു വേണ്ടി ഒന്നും ചെയ്യേണ്ടി വന്നില്ല. ഇതൊന്നുമില്ലെങ്കിലും നമ്മുടെ തുണി ഇടുന്ന സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അതിൽ തൂക്കിയിട്ടാൽ മതി. എന്നിട്ട് നമ്മൾ പ്ലഗ് കുത്തി കറണ്ട് ഓൺ ചെയ്താൽ മതി കേട്ടോ. കണ്ടോ, ഇങ്ങനെ നീളമുള്ളൊരു സഞ്ചി കേട്ടോ അതിനകത്തുള്ളത്. കണ്ടില്ലേ, ഇത്രയും വലിയൊരു ഡ്രസ്സ് നമുക്ക് അതിനകത്ത് തൂക്കിയിടാൻ പറ്റും കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഹാങ്ങറും ഉണ്ട്. ആ ഹാങ്ങറിലേക്ക്, അതായത് കൊളുത്ത് ഇങ്ങനെയുണ്ട്. അപ്പം നമ്മൾ സാധാരണ ഹാങ്ങറിൽ തുണി തൂക്കിയിട്ട് അതിനകത്തേക്ക് തൂക്കിയിട്ട് കൊടുത്താൽ മതി. കബോർഡിൽ തുണി തൂക്കിയിടണ പോലെ തന്നെ. ഇതിന് ഹീറ്റർ ഉണ്ടെന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പം നമുക്കത് എങ്ങനെ ഉണക്കണമെന്ന് നോക്കാം. ഇത് കണ്ടോ, അതിനൊരു സിബുണ്ട്. ഇങ്ങനെ റൗണ്ടായിട്ട് സിബുണ്ട്. അതിൻ്റെ എല്ലാ വശത്തേക്കും ഓപ്പൺ ചെയ്യാൻ പാകത്തിനാണ് അതിൻ്റെ സംവിധാനങ്ങൾ. പിന്നെ അതിൻ്റെ അടിഭാഗത്തായിട്ട് 2 തുളയുണ്ട് കേട്ടോ. കാരണം ഇത് നമ്മൾ ഉണക്കുമ്പോൾ അതിനകത്ത് നീരാവി വന്നിട്ട് വീണ്ടും തണുപ്പടിച്ച് നനവ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അടിയിൽ 2 ഹോളും കൊടുത്തിട്ടുണ്ട് അതിന്. കണ്ടോ, ഇതാണ് അതിൻ്റെ സംവിധാനം. ഇങ്ങനെ സിബ് ഊരിയെടുക്കാം. എന്നിട്ട് കണ്ടില്ലേ, ഒരു ബ്ലാക്ക് കളറിൽ അതിങ്ങനെ ഓരോന്ന് ഹുക്കായിട്ട് തൂങ്ങി ഇങ്ങനെ സ്ക്വയറിലുള്ള ഹുക്കാണ് കേട്ടോ അത്. കണ്ടോ, അതിങ്ങനെ ഇരിക്കും. അതിലേക്ക് നമ്മുടെ ഹാങ്ങർ ഇങ്ങനെ തൂക്കി ഹാങ്ങറിൽ തുണി തൂക്കി നമുക്ക് ഇട്ട് കൊടുക്കാം. അത് നിറച്ചും നമുക്ക് ഇട്ട് കൊടുക്കാം. അത്രയും നീളത്തിലുള്ള തുണി ഇട്ട് കൊടുക്കാം. പിന്നെ വലിയ തുണിയാണെങ്കിൽ സ്വല്പം മടക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് അവിടെ തൂക്കിയിടാം. ഇതെങ്ങനെയാണെന്ന് നോക്കാം. കണ്ടോ, ഇതാണ് അതിൻ്റെ സെറ്റപ്പ്. അതിനകത്താണ് ഹീറ്ററും എല്ലാം ഉള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനെ കൊണ്ടുപോയി അത് തൂക്കി ഇടണം. അത് തൂക്കിയിടാൻ നോക്കിയിട്ട് അതിൻ്റെ ആ ഹുക്ക് കിടക്കണില്ല. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞ് അതിനൊരു വയറ് വളച്ച് അവിടെ തൂക്കിയിടാൻ പറഞ്ഞ് പുള്ളി അത് സെറ്റപ്പ് ചെയ്ത് തരുക കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനെ ഇതേൽ തൂക്കിയിടാമെന്ന് വിചാരിച്ചു. ആ വാർക്കയിൽ ആ ഹുക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് ഇങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് തൂക്കിയിടാൻ പറ്റും.
ഞാൻ എല്ലാ സാധനങ്ങളും തന്നെ ഓൺലൈൻ പർച്ചേസാട്ടോ ചെയ്യുന്നത്. നമുക്ക് സർവീസൊക്കെ വളരെ നന്നായിട്ട് സർവീസും കിട്ടും കേട്ടോ. എല്ലാവർക്കും ഓൺലൈൻ പർച്ചേസ് ചെയ്യാനായിട്ട് ഭയങ്കര പേടിയാണ്. കണ്ടില്ലേ, നമുക്ക് വയറ് കുത്തി കൊടുക്കാം. എന്നിട്ട് അപ്പോൾ അതിലേക്ക് കറണ്ട് വന്നില്ല. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ അലക്കിയിട്ടിരുന്ന ഒരു ഷർട്ട് എടുത്ത് ഒന്നുകൂടെ നനച്ചു. കാരണം എല്ലാം ഉണങ്ങി, തുണിയെല്ലാം ഉണങ്ങിയിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനകത്ത് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഷർട്ട് എടുത്ത് നനച്ചിട്ട് തൂക്കിയിട്ട് കൊടുക്കുക കേട്ടോ. കണ്ടില്ലേ എങ്ങനെ? അപ്പോൾ അതിൻ്റെ ചൂട് എത്രമാത്രം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഒന്ന് പരീക്ഷിച്ച് നോക്കണമല്ലോ. ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോയെന്ന് അറിയണ്ടേ. ഒരാഴ്ചക്കൊക്കെ ഇത് റിട്ടേൺ ചെയ്യാം കേട്ടോ. അപ്പോൾ വീണ്ടും വേറൊരു ഷർട്ടും കൂടെ എടുത്ത് ഞാനവിടെ വാഷ് ബേസിൻ്റെ അവിടെ നനച്ചിട്ട് അതിലേക്ക് തൂക്കിയിടുക കേട്ടോ. ഷർട്ട് മാത്രമല്ല കേട്ടോ, ഏത് തരം ഡ്രസ്സ് വേണമെങ്കിലും നമുക്ക് അതിൽ ഉണക്കിയെടുക്കാം. ഇതിൻ്റെ വലിയ ടൈപ്പ് കിട്ടും, നല്ല വിലയാവുമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിന് വളരെ വില കുറവാണ്, 3000 താഴെ വിലയേ ഇതിനുള്ളൂ. വലിയതിനൊക്കെ 5000 15,000 ഒക്കെ വിലയുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. ഈ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഇത് കൂടുതൽ യൂസ് ചെയ്യണത്. നമ്മുടെ ഇവിടെ വർഷകാലത്ത് നമുക്കിത് അത്യാവശ്യമാണ്. തുണി ഉണക്കാനായിട്ട് സ്ഥലം കുറവുള്ളവർക്ക് ഇതിനകത്തിട്ടിട്ട് ഇട്ട് കഴിഞ്ഞാൽ തുണിയെല്ലാം പെട്ടെന്ന് ഉണക്കിയെടുക്കാൻ പറ്റും കേട്ടോ. കണ്ടോ, അത് ഓണായി. കണ്ടില്ലേ, ഇങ്ങനെ ലൈറ്റ് തെളിയും. അവിടെ ഓടും ഓഫും, അതുപോലെ റിമോട്ടിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടില്ലേ, നല്ല ചൂടാട്ടോ അതിനകത്ത്, നല്ല വെട്ടവും ചൂടും ഉണ്ട്. അപ്പോൾ എനിക്ക് പേടിയാണ്, വല്ല ഷോക്ക് അടിക്കുമെന്നുള്ള പേടിയുണ്ട് എനിക്ക്. അതുകൊണ്ട് ഞാൻ അതിനകത്ത് കൈയിടാനൊന്നും പോയില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ സംവിധാനങ്ങൾ. അതിനകത്ത് ടൈമിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇത്ര സമയത്തിനകം ഉണക്കിയെടുക്കണമെങ്കിൽ ടൈം കൊടുത്താൽ മതി. കണ്ടില്ലേ, ചൂടടിച്ചപ്പോൾ അതിനകത്തൊരു ഫാനും വർക്ക് ചെയ്യുന്നുണ്ട്, ഹീറ്ററും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചൂടും കൊണ്ട് അത് വീർത്ത് വന്നേക്കണം കേട്ടോ. നല്ല രസമല്ലേ? ഇങ്ങനെയുള്ള പ്രോഡക്റ്റ്സൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷം കിട്ടും. ഞാനെല്ലാം ഓൺലൈനിലാണ് പർച്ചേസ് ചെയ്യാറ്. ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, എല്ലാം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കൂടുതലും പർച്ചേസ് ചെയ്യാറ്. അതിലായിരിക്കും വിലക്കുറവ്. ഇത് ആമസോണിലാണ് കണ്ടത്, ഫ്ലിപ്കാർട്ടിൽ അത്ര കണ്ടില്ല. ഇത് ഗൂഗിളിൽ ആമസോണിൻ്റെ പരസ്യം വന്നപ്പോൾ ഇങ്ങനെ ഡ്രയറിനെ കുറിച്ച് മഴക്കാലം തുടങ്ങിയപ്പോഴത്തേക്കും വന്നു. അപ്പോൾ ഞാനെടുത്ത് സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ പ്രോഡക്റ്റാട്ടോ. കണ്ടില്ലേ, നന്നായിട്ട് ഉണങ്ങി. കണ്ടോ, നല്ല സുഖമാണ് ഇങ്ങനെ. ഇതിൽ ഇപ്പോൾ തണുപ്പ് കാലത്ത് നമ്മൾ ഉണങ്ങിയ ഡ്രസ്സാണെങ്കിൽ പോലും ഇടുമ്പോൾ ഒരു നനവ് പോലെ നമുക്ക് ഫീൽ ചെയ്യില്ല. അന്നേരം ഇതിനകത്തിട്ട് പതുക്കെ ഒന്ന് ഡ്രൈ ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല സുഖമാണ്. നമ്മൾ അയൺ ചെയ്തിട്ട് ഇടണ പോലെ ഇരിക്കും കേട്ടോ. എനിക്ക് എന്തെങ്കിലും കിട്ടിയാൽ അപ്പോൾ തന്നെ അത് ഓപ്പറേറ്റ് ചെയ്ത് നോക്കി ഇതാക്കണം. ഇനി അത് കേടോ വല്ലതും ഉണ്ടെങ്കിൽ അത് തിരിച്ചു വിടാനും സമയം വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും ഞാനതിൻ്റെ ടൈമറൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും കേട്ടോ. കണ്ടില്ലേ, അതിനകത്ത് വെളിച്ചം കണ്ടില്ലേ നിങ്ങൾ? സമയം കൂടുതലെടുക്കും തോറും നന്നായിട്ട് ചൂടാവും കേട്ടോ. അപ്പോൾ ഇനിയും ഇങ്ങനെയുള്ള പ്രോഡക്റ്റ്സുകൾ വരുമ്പോഴും ഞാനതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതുപോലെയുള്ള പ്രോഡക്റ്റ്സ് വരുമ്പോഴത് വീഡിയോ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം കേട്ടോ. നിങ്ങളുടെ ഓരോ കമൻസുമാണ് എൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഉത്തേജനം നൽകുന്നത്. റിമോട്ട് ഇങ്ങനെ ബട്ടൺ ബാറ്ററിയാണ് അതിനകത്ത്. അത് വർക്ക് ചെയ്യുമെന്ന് ഞാൻ നോക്കുമായിരുന്നു. പിന്നെ എനിക്ക് അതിനകത്ത് പണിയാനുള്ള സമയം കിട്ടിയില്ല. വേറെ കുറച്ച് ജോലികളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ പെട്ടെന്ന് വീഡിയോ എടുത്ത് അതിൻ്റെ പരിപാടി അവസാനിപ്പിച്ചു. വീണ്ടും ഞാൻ കുറേ തുണിയൊക്കെ ഇട്ട് നോക്കിയിട്ടു അതിനകത്ത് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എല്ലാം നല്ല സൂപ്പറായിട്ട് ഉണങ്ങി കിട്ടി. അപ്പോൾ എല്ലാവർക്കും നന്ദി.